ഇവിടെ ശ്രീ ഷാഫി ചാലിയം ഇടയ്ക്ക് ചോദിച്ചു, സാധാരണ ചർച്ചയിൽ അരുൺകുമാർ ഇടപെടുന്നതാണല്ലോ, എന്താ ഇടപെടാത്തതെന്ന്. ഞാൻ മനഃപൂർവ്വം ഇടപെടാത്തതാ, കാരണം താങ്കൾ പറയുന്നത് ജനങ്ങൾ കേൾക്കട്ടെ. ഇന്ന് ശ്രീ ഷാഫി ചാലിയം സാധാരണ ചർച്ചയിൽ വരുന്ന പ്രസന്നവാനായ മുഖം അല്ലല്ലോ എന്ന്. ആ ശരീരഭാഷയൊന്ന് നോക്കിയേ, അദ്ദേഹത്തെ ഒന്ന് കണ്ടാ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം അങ്ങ് പറഞ്ഞത് ജനം കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടാത്തത്. ഇവിടെ ഏതെങ്കിലും ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഒരു കമ്മീഷനെ വെച്ചാൽ ആ കമ്മീഷൻ ഒരു ശുപാർശ നടത്തിയാൽ അത് വഖഫ് ബോർഡിന് ബൈൻഡിങ് ആണ്, വഖഫ് ട്രൈബ്യൂണലിന് ബൈൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നിയമത്തിന്റെ 7 അയലക്കത്ത് പോയവർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ബോധ്യമില്ലേ? ആ കമ്മീഷൻ നോക്കി എന്താ ഇവിടെ പറഞ്ഞല്ലോ, വഖഫ് വസ്തുക്കൾ അന്യാധീനപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അവർ റിപ്പോർട്ട് കൊടുത്തു, മന്ത്രിസഭ റിപ്പോർട്ട് മേടിച്ചു വെച്ചു. ഒരാക്ഷനും എടുത്തില്ല, ഒരു നടപടി എടുത്തില്ല. പക്ഷേ വഖഫ് ബോർഡിന്റെ മുന്നിൽ എന്താ EP നമ്പർ 685/2008 MM നസീർ, MS സുബൈദ, ഇർഷാദ് സയ്യിദ്, അതുപോലെ സെക്രട്ടറി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി, ഇവർ പാർട്ടീസായി കൊടുത്ത കേസ് EP നമ്പർ 685/2008. അത് കിടന്ന് 11 കൊല്ലങ്ങൾക്ക് ശേഷം 2019 ലീഗിന്റെ സംസ്ഥാന നേതാവ് ജനാബ് സയ്യിദ് റഷീദ് അലി PM ചെയർമാൻ ആയിരിക്കുമ്പോൾ, 3 ലീഗുകാർ മെമ്പർ ആയിരിക്കുമ്പോൾ, 6ൽ 4 പേരും ലീഗിന്റെ അംഗങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ ഉത്തരവ് പാസാക്കി. ആ ഉത്തരവ് ഞാൻ മറ്റേ അഭിലാഷ് മോഹന്റെ കയ്യിൽ ഉണ്ടാകും, ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട് വാട്സപ്പിലേക്ക്, 4 പേജുള്ള ഉത്തരവ്. ആ ഉത്തരവാണ് ഇപ്പോൾ പ്രശ്നം, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അല്ല, UDF-ന്റെയോ LDF-ന്റെയോ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ തീരുമാനമല്ല. നിങ്ങളുടെ ബോർഡ് ഇരിക്കുമ്പോൾ എടുത്ത തീരുമാനമാണ്. അല്ല അതൊക്കെ ആ ബോർഡ് അരുൺകുമാർ ബോർഡിന്റെ ഉത്തരവ് വായിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും. താങ്കൾക്ക് അറിയാമല്ലോ, ഒന്ന് വായിച്ചു എന്താണ് അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണമെന്ന്. ആ ബോർഡ് എന്ന തീരുമാനം അല്ലല്ല, ഞാൻ ഒന്നും കേൾക്കില്ല, ഞാൻ ഒച്ചെടുക്കില്ല. ഇതൊരു സംവാദമാണ്. ഞാൻ പോയിന്റ് ഓഫ് ഓർഡർ മാത്രം പറഞ്ഞത്. വഖഫ് ബോർഡ് ആ തീരുമാനം എടുക്കാൻ നിദാനമായ കോടതിയുടെ പരാമർശമുണ്ട്, അത് മറക്കരുത്, അത് വിസ്മരിച്ച് സംസാരിക്കരുത്. ഒറ്റ മിനിറ്റ്. താങ്കളുടെ കഴിഞ്ഞോ? ഇനി ഒച്ചെടുക്കല്ലേ. താങ്കൾ എത്ര പറഞ്ഞാലും ഞാൻ ഇന്ന് താങ്കളോട് തർക്കിക്കില്ല, കാരണം ജനം കേൾക്കണം. ഇത് ഒരു കോടതിക്കും വഖഫ് ബോർഡിന്റെ തീരുമാനത്തിലോ ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിലോ ഇടപെടാൻ പാടില്ലെന്നാണെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. എന്താ പറയാൻ കാരണം? അത് സെൻട്രൽ ഗവൺമെന്റ് പാസാക്കിയ പ്രത്യേക നിയമമാണ്. VD സതീശൻ പറഞ്ഞില്ലേ, 10 മിനിറ്റ് കിട്ടിയാൽ ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. K സുധാകരൻ പറഞ്ഞു എനിക്ക് 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മതിയെന്ന്. അത് കേട്ട ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് എടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഒരു തീരുമാനം എടുത്തില്ലല്ലോ, ഒരു കമ്മീഷനെ വെച്ച് ഇതൊന്ന് പഠിക്കുക, എന്നിട്ടൊന്ന് ശുപാർശ ചെയ്തു എന്ന് പറയുന്നത് പോലും തെറ്റാണ്. അതുപോലും അധികാരമില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുക. ഇത് സെൻട്രൽ നിയമത്തിന്റെ പ്രകാരം ബോർഡ് എടുത്ത തീരുമാനം ഏതെങ്കിലും കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ല. ബോർഡിന് മുന്നിൽ വന്നിരിക്കുന്ന പരാതി, ഡോക്യുമെന്റുകൾ, തെളിവെടുപ്പ് എല്ലാം പരിശോധിച്ച് നിയമപ്രകാരമുള്ള നടപടിയുടെ ഭാഗമായിട്ട് തീരുമാനം എടുത്തു. ആ തീരുമാനം 2019 5-ാം മാസത്തിലെടുത്തു. 9-ാം മാസം എത്തിയപ്പോൾ നിങ്ങൾ തന്നെ ഏറ്റെടുത്തു ഈ ഭൂമി. ഇപ്പൊ ട്രൈബ്യൂണലിന്റെ വിധി വരുന്നത് വരെ ഇവിടെ ആദ്യം സമരസമിതിയുടെ ആള് പറഞ്ഞു ട്രൈബ്യൂണലിന്റെ വിധി വരാൻ പോകുകയല്ലേന്ന്. പക്ഷെ കാര്യമില്ല, ഇപ്പോൾ അത് വഖഫ് പ്രോപ്പർട്ടിയായി ബോർഡിന്റെ തീരുമാനം വന്നതോടുകൂടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ട്രൈബ്യൂണൽ മറിച്ചു തീരുമാനിക്കുന്നത് വരെ സെക്ഷൻ 40 ക്ലോസ് 2 പ്രകാരം അത് വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ്. ഇതിനുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ഈ കേരളത്തിൽ ഏത് ഇഷ്യൂ വളർന്നു വന്നാലും അതിന് ഉത്തരവാദി സഖാവ് പിണറായി വിജയനാണ്, LDF ആണ്, CPM ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം രാഷ്ട്രീയ ചായയോടുകൂടി അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കോടതി വിധിക്കെതിരെ അപ്പീൽ പോയിട്ട് എന്ത് കാര്യമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെയാണ് അപ്പീൽ പോയിട്ട് എന്ത് കാര്യം? അല്ല, അത് ഇതുപോലെ തന്നെ പറ്റിക്കില്ല, മുനമ്പങ്കാരെ പറ്റിക്കില്ല. രണ്ടുപേരും പറ്റിക്കാണല്ലോ, രണ്ടുപേരും പറ്റിക്കാണല്ലോ. പറയാം പ്രയോജനം സാർ, ഇതുകൊണ്ടൊക്കെ മുനമ്പക്കാർക്ക് എന്താ പ്രയോജനം? LDF പറയുന്നു UDF ആന്ന് പറയുന്നു, UDF പറയുന്നു LDF ആന്ന് പറയുന്നു. ആ കമ്മീഷൻ ഈ കമ്മീഷൻ 2012 2022 ഇതൊക്കെ പറഞ്ഞിട്ട് മുനമ്പൻ ജനതയ്ക്ക് എന്താ കാര്യം? നിങ്ങൾ ഈ മുനമ്പൻ ജനതയെ 5 മിനിറ്റ് 10 മിനിറ്റ് ഞങ്ങൾ കമ്മീഷൻ വെക്കാം, കണ്ടെത്തട്ടെ, പഠിക്കട്ടെ, ഇതൊക്കെ പറഞ്ഞ ആര് പറ്റിക്കില്ല. ഈ പറ്റിക്കുന്ന ഇതിന് നിന്ന് എതിർത്തോണ്ടിരിക്കുക. ശരി, പറയൂ അരുൺ, പറയൂ. ഒറ്റ മിനിറ്റ്.
ഇവിടെ മുനമ്പത്തെ ഈ ഭൂമി ബോണഫൈഡ് ആയിട്ട് മേടിച്ച സ്ഥലം കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി പണം കൊടുത്തു മേടിച്ച് അതിൽ എല്ലാ തരത്തിലും പോക്കുവരവ് നടത്തി കരമടച്ചുകൊണ്ടിരുന്ന സ്വന്തമായി ഭൂമിയായവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം ഒന്ന് അഡ്രസ് ചെയ്യാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. നിങ്ങൾ ഇത് വെച്ച് പഠിക്കാൻ പോകുന്നല്ലേ പറഞ്ഞേ? ഒരു കാര്യമില്ല സാറ്, ഇത് വെച്ചിട്ട് ഒരു കാര്യം കോടതി പറഞ്ഞു. ഇനി അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പറയുന്നു ജനങ്ങൾക്ക് മനസ്സിലായി, താങ്കളുടെ ശാരീരിക ഭാഷയും താങ്കളുടെ മനോഭാവം ഒക്കെ മനസ്സിലായി. ആയിക്കോട്ടെ, നിങ്ങളാണ് ഈ ബോർഡ്, നിങ്ങളുടെ നേതൃത്വം ബോർഡിൽ ഇരിക്കുമ്പോഴാണ് ഈ ഉത്തരവ് പാസാക്കിയത്. നികുതി കൊടുക്കാനുള്ള തീരുമാനത്തെ നിയമസഭയിൽ എതിർത്തത് നിങ്ങളാണ്. KPA മജീദ് ലീഗിന്റെ നേതാവാണ്. കോടതിയിൽ പോകാൻ എല്ലാ സഹായവും കൊടുത്തത് നിങ്ങളാണ്. അന്നും ഇന്നും ഇതിൽ ഡിഫറന്റ് സ്റ്റാൻഡ് എടുത്തത് UDF-ഉം UDF-ലെ ഘടകകക്ഷികളുമാണ്. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ളപ്പോ ഏത് ഇഷ്യൂ കേരളത്തിൽ ഉയർന്നു വന്നാലും അത് CPM-ന്റെ തലയിലേക്ക് വയ്ക്കാൻ നോക്കിയാലും ജനങ്ങൾക്ക് ബോധ്യമാകും. ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ്. ആ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ അവിടെ നിലനിന്ന് പോരാട്ടം സംഘടിപ്പിക്കുന്നത് അവിടുത്തെ പോരാട്ടം കൊണ്ടൊന്നും നടക്കില്ല. എന്ത് കാര്യം? അതിന് മറുപടിയില്ലേ? ഒരു കാര്യം പറയാം, അപ്പീൽ കൊണ്ടോ പോരാട്ടം കൊണ്ടോ ഒന്നും നടക്കില്ല. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കില്ലേ? ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്പൊ ഷാഫി ചാലിയം പറഞ്ഞെന്താ? ഷാഫി ചാലിയം പറഞ്ഞെന്താ? പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ ഷാഫി ഇവിടെ നിന്നിട്ട് കാര്യമില്ല.